Hi, God bless you all of you. How are you all? ദൈവം എത്ര മനോഹരമായിട്ടാണല്ലേ ബോച്ചയുടെ പ്രശ്നത്തിന് ഒരു മറുപടി കൊടുത്തത്. വളരെ മനോഹരമായ മറുപടി. ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ മനോഹരമായി, വളരെ ബ്യൂട്ടിഫുള്ളായി ദൈവം എത്ര മനോഹരമായിട്ട് അത് ദൈവം കൈകാര്യം ചെയ്തു അല്ലേ. മൊണാലിസ എന്ന് പറയുന്ന ഒരു ചെറിയ 16 വയസ്സുള്ള ഒരു സാധാരണയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കുംഭമേളയിൽ നിന്ന്, അതായത് നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സിന് ഏത് വേണമെങ്കിൽ സങ്കല്പിക്കാം. എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചെറിയാണ്. ചെറിയ ചെറി. ആ ചെറി നമ്മൾ മനുഷ്യനോട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെറികൾക്കിടയിൽ നിന്ന് നമ്മളൊരു ചെറി ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്ന പോലെ ദൈവം അതിമനോഹരമായി കുംഭമേളയിൽ നിന്ന് സാധാരണക്കാരിയായിട്ടുള്ള, വളരെ സാധാരണക്കാരിയായ പാവപ്പെട്ട ഒരു അച്ഛനമ്മയുടെയും മകളായ മൊണാലിസ എന്ന് പറയുന്ന 16 വയസ്സുകാരിയായ പെൺകുട്ടിയെ കുംഭമേളയിൽ നിന്ന് ദൈവം പിക്ക് ചെയ്തു, വൈറലാക്കി, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന പെൺകുട്ടിയാക്കി മാറ്റി. ദൈവത്തിന് എത്ര സെക്കൻഡുകൾ വേണമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതുവരെ ആരും അറിയപ്പെടാതിരുന്ന ആ സാധാരണക്കാരിൽ സാധാരണയായ ഒരു പെൺകുട്ടിയെ വളരെ മനോഹരമായി ദൈവം പിക്ക് ചെയ്തു, വൈറലാക്കി, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാക്കി മാറ്റി, ഒരു സ്റ്റാറാക്കി മാറ്റി, ഒരു സെലിബ്രിറ്റിയാക്കി മാറ്റി. അതിനുശേഷം വളരെ മനോഹരമായി ബോച്ചെ ആ കൊച്ചിനെ ഇൻവൈറ്റ് ചെയ്യുകയും, മൊണാലിസ എന്ന് പറയുന്ന ആ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തതിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ബോച്ചയാണ്. അതും ദൈവത്തിൻ്റെ വണ്ണമായ പ്ലാനിലൂടെ. ദൈവം തീരുമാനിച്ചത്, ആദ്യം ചെയ്തത് ആ കുട്ടിയെ വൈറലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്തത് അത് ബോച്ചയുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ബോച്ചയുടെ അംബാസഡറാക്കി, ബോച്ചയുടെ ഷോപ്പിലെ അംബാസഡറാക്കി മാറ്റി. എത്ര മനോഹരമായ മധുരമായ മറുപടി ദൈവം നൽകി അല്ലേ ബോച്ചയുടെ വിഷയത്തിൽ. അതിനാദ്യം തന്നെ ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നമ്മുടെ ആരാധന എല്ലാം ദൈവം സ്വീകരിക്കും. ആരുടെ ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത് അറിയോ? മനുഷ്യന് ഉപകാരം ചെയ്യുന്നവരുടെ ആരാധന ദൈവം സ്വീകരിക്കും. അല്ലാത്തവരുടെ ആരാധന എനിക്ക് വേണ്ട എന്ന് ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായി ദൈവം പറഞ്ഞിട്ടുണ്ട്. ബോച്ച എന്ന് പറയുന്ന നല്ല മനുഷ്യൻ, എനിക്കിപ്പോൾ അങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ പറ്റും, കാരണം അത് തെളിയിച്ചത് ദൈവമാണ്. നല്ല മനുഷ്യൻ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന നല്ല മനുഷ്യനെ, യാതൊരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ വേദനിപ്പിച്ചതിൻ്റെ മറുപടി വളരെ മനോഹരമായിട്ട് ദൈവം നൽകി. 10 പൈസ ചെലവില്ലാതെ ഇന്ത്യ മൊത്തം അത് സെലിബ്രേറ്റി ആയിട്ട്, ആ കുട്ടിയെ സെലിബ്രേറ്റിയായി ഈ വാർത്ത വളരെ സെലിബ്രേഷനായിട്ട് ആഘോഷിച്ചു. 1 രൂപ പോലും ബോച്ചയ്ക്ക് ചെലവില്ലാതെ. സാധാരണ ബോച്ച ചെയ്യുന്നത് ഫിലിം സ്റ്റാർസിനെ കൊണ്ടുവന്ന് പൈസ മുടക്കി, അങ്ങനെയാണെങ്കിൽ തന്നെ കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ആ വാർത്ത സ്പ്രെഡ് ആവുള്ളൂ. ഇതിപ്പോൾ നോക്കൂ, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാക്കി മാറ്റി. 10 പൈസ ചെലവില്ലാതെ ആ വാർത്ത എല്ലാ മാധ്യമങ്ങളും, ഇന്ത്യ ഒട്ടുക്ക് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്ത് ഫ്രീ ആയിട്ട് ബോച്ചയ്ക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തി. അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. വളരെ മനോഹരമായ, വളരെ സന്തോഷം നൽകുന്ന ഇടപെടൽ. താങ്ക് ഗോഡ്. താങ്ക് യു വെരി മച്ച്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ ഓഫ് യു.